Audio Jungle. അസ്സലാമു ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചീസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു ബീഫ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കട്ട്ലറ്റിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബീഫ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എത്ര ബീഫ് ബോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും ബ്രെഡ് എടുക്കാം. എന്നിട്ട് ബ്രെഡിലെ സൈഡ് ഭാഗം എടുത്ത് മാറ്റിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വെള്ളം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിനകത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് നീളത്തിലും ഒന്ന് റൗണ്ടായിട്ടും. ഒന്ന് ഞാൻ ഒരു ബോളിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് കുറച്ച് നീളത്തിൽ. അപ്പോൾ 2ൽ ഏതാണ് ടേസ്റ്റ് എന്ന് നോക്കാനാണ് ഞാൻ 2 രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബ്രെഡ് നേരെ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ജസ്റ്റ് പതുക്കെ പൊടിഞ്ഞു പോകാതെ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിനകത്ത് വേണം നമ്മൾ ഈ ബീഫിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇത് ഓരോന്നായിട്ടിടാം. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് 2 സൈഡും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ബോൾ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ നീള ഷേപ്പിലുണ്ടാക്കിയില്ലേ, നമ്മൾ ബോൾ പോലെയും നീളത്തിലുള്ള ഷേപ്പിലുണ്ടാക്കിയില്ലേ, അപ്പോൾ ആ നീളത്തിലുള്ള ഷേപ്പാണ് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.